ഹായ് ഓൾ ഫാൻസ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മുടെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ പാർട്ടി ഏകദേശം അസ്തമിച്ചു കഴിഞ്ഞു. അവർ ആ പാർട്ടി തന്നെ പിരിച്ചുവിട്ടു. പാർട്ടി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഘടകങ്ങൾക്കും തിരഞ്ഞെടുപ്പിന് വേണ്ടി പിരിച്ചുവിട്ടു എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഇപ്പോൾ ഇന്ന് അവർ വിളിച്ച MLA-മാരുടെ യോഗത്തിൽ 6 പേർ മാത്രമാണ് പങ്കെടുത്തത്. നോക്കണം, 80 MLA-മാരാണ് മമതാ ബാനർജിയുടെ വിഭാഗത്തിൽ നിന്ന് ജയിച്ചു വന്നത്, പാർട്ടിയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വന്നത്. അതിൽ 20 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത്. ഇപ്രാവശ്യം അത് 6 ചുരുങ്ങിയിരിക്കുകയാണ്. ലോക്സഭാ MP-മാരുടെ കാര്യത്തിലും അത് വ്യത്യസ്തമല്ല. അവരും ഒരു 80% പേരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എവിടെയാണ് എത്തിപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മമതാ ബാനർജിയെ പുറത്താക്കാൻ വേണ്ടി മറുവിഭാഗം ശ്രമിക്കുമ്പോൾ പാർട്ടി തന്നെ പിരിച്ചുവിട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പുറത്താക്കും എന്നാണ് മമതാ ബാനർജി ചിന്തിച്ചത്. അല്ലെങ്കിൽ അത് എന്തെങ്കിലും നിയമോപദേശത്തിന്റെ വശത്തായിരിക്കാം. എന്താണെങ്കിലും അവർ പാർട്ടി തന്നെ പിരിച്ചുവിട്ടു. പാർട്ടി പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ ഘടകങ്ങളും പോഷക സംഘടനകളടക്കം പിരിച്ചുവിട്ടു എന്നാണ് വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പോൾ നിലവിലില്ല. പിന്നെ എങ്ങനെ മമതയെ പുറത്താക്കും? പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി അതിന്റെ ലോക്സഭയിലോ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ ഇരിക്കുമ്പോൾ അതിന്റെ നിയമസാധുത ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി തിരഞ്ഞെടുപ്പിന് വേണ്ടി അവരുടെ എല്ലാ ഘടകങ്ങളും പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് വിളിച്ച MLA-മാരുടെ യോഗത്തിൽ 6 പേർ മാത്രമാണ് പങ്കെടുത്തത് എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി അസ്തമിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇത് തുടക്കം. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ 2 പിളർത്തിയാണല്ലോ ഒരു വിഭാഗം അധികാരത്തിലെത്തിയത്. അതിനുശേഷം ഇത് വീണ്ടും AAP ഒരു വിഭാഗം പിളർന്നു. അവർ അവസാനം BJP-യിലെത്തി MP-മാരൊക്കെ. ഇപ്പോൾ പശ്ചിമ ബംഗാളിലും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രാദേശിക പാർട്ടികളൊക്കെ ഇല്ലാതാകുന്നു. ഇപ്പോൾ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചാലൊന്നും വരാത്ത ആളായിരുന്നു. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗം അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാണ് യോഗം എന്നൊക്കെ അവിടം വരെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ. കാരണം ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലൊന്നും മമത നേരിട്ട് പങ്കെടുക്കാറില്ല. അവർ പ്രതിനിധികളെ അയക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങൾ എന്ന് മമതാ ബാനർജി അന്വേഷിച്ച് നടക്കുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് മമതാ ബാനർജി. ചില്ലറ കാര്യമൊന്നുമല്ല. 3 പ്രാവശ്യം തുടർച്ചയായി മുഖ്യമന്ത്രിയാവുക, അധികാരത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. ഈ കാര്യം സാധിച്ചെടുത്ത ഒരു നേതാവ് ഇപ്പോൾ ഒന്നുമല്ലാതായിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ നിലവിലുള്ള MP-മാരെ MLA-മാരെ ഒക്കെ അവരുടെ മണ്ഡലങ്ങളിൽ പോലും സന്ദർശിക്കുവാൻ അവർക്ക് സുരക്ഷിതമല്ലാത്ത അവസ്ഥ എത്തിയിരിക്കുകയാണ്. കാരണം ജനങ്ങൾ ഓടിച്ചിട്ടടിക്കുകയാണ്. ഇതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയമാണ്. അത് അവിടെ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയമാണ് അവിടെ ഉള്ളത്. കാരണം ആരാണോ ഭരണത്തിലുള്ളത് അവരുമായാണ് അവർ കൂട്ടുകൂടുക. മറിച്ച് ഉള്ളവരെ ഒക്കെ അവർ ആക്രമിക്കും. അത് അവരുടെ ഒരു രാഷ്ട്രീയ ശൈലിയാണ്. ഇത് മമതാ ബാനർജിയുടെ കാലത്തും ഒരുപാട് ഗുണ്ടായുസങ്ങളൊക്കെ അവിടെ നടത്തിയതാണ്. ഇപ്പോൾ ആ ഗുണ്ടായുസം നടത്തിയവർക്ക് ഗുണ്ടാപിരിവ് നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ താങ്കൾ പ്രതികാരം ചെയ്യുന്നത് എന്നാണ് ജനങ്ങൾ അവകാശപ്പെടുന്നത്. ഗുണ്ടാപിരിവ് നടത്തിയവരെ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ ഓടിച്ചിട്ടടിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പൊ ഏതായാലും ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങി ഡൽഹിയിലും ഇപ്പോൾ പശ്ചിമ ബംഗാളിലും ഈ കൂറുമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ രാഷ്ട്രീയ ഒരു അരക്ഷിത അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു നല്ല പ്രവണതയല്ല. ഏതായാലും ഒരു ഇലക്ഷനിൽ നിൽക്കുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു, അതിനുശേഷം പാർട്ടി പിരിച്ചുവിടുകയല്ല. എന്താണെങ്കിലും MP-മാരും MLA-മാരും 5 വർഷം ജനങ്ങളെ സേവിക്കേണ്ടതുണ്ട്. ആ സേവിക്കുന്നതിന് പകരം അവർ പുതിയ തലങ്ങൾ തേടി പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്?
ഒരു ഗ്യാരണ്ടിയുമില്ല. അതാണ് ഇപ്പൊ പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഒക്കെ കൂട്ടത്തോടെയുള്ള MP-മാരുടെയും ഒക്കെ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം MLA-മാരും 80 MLA-മാരിൽ 6 പേരാണ് പങ്കെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ മാറി എന്നാണ് അർത്ഥം. 74 പേരും ഒരു പാർട്ടിയായി രൂപം കൊണ്ടു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ വോട്ട് ചെയ്ത ജനങ്ങൾ വിഡ്ഢികളായി മാറുന്ന ഒരവസ്ഥയാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ നിലകൊള്ളുന്നത്. ഇതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയത്തിൽ നല്ല പ്രവണതയല്ല എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇലക്ഷന് മുന്നേ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിലൊക്കെ വരുത്തി അതുമായി ഇലക്ഷനെ നേരിട്ട് ജയിക്കുകയാണെങ്കിൽ നല്ല നിലക്ക് മുന്നോട്ട് 5 വർഷം ജനങ്ങൾക്ക് സേവനം കൊടുക്കേണ്ടതുണ്ട്. അതല്ല ഇലക്ഷന് ശേഷം ഇത്തരം തീരുമാനങ്ങളിൽ എത്തുമ്പോൾ വോട്ട് ചെയ്ത ജനങ്ങൾ വിഡ്ഢികളായി മാറുന്നു. അത് ജനാധിപത്യത്തിന് ഒരു നല്ല പ്രവണതയല്ല എന്ന് തന്നെയാണ് അതിനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ജനാധിപത്യത്തിന്റെ നല്ല പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം തിരഞ്ഞെടുക്കപ്പെടുന്നവർ 5 വർഷം അവരുടെ മണ്ഡലത്തിൽ ജനങ്ങളുമായി നല്ല നിലയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതേ ഇലക്ഷന് മുന്നേ എന്ത് തീരുമാനങ്ങൾ എടുത്താലും പുതിയ പാർട്ടി രൂപീകരിച്ചാലും എന്താണെങ്കിലും അതുമായാണ് ഇലക്ഷനെ നേരിടേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷനെ നേരിടുമ്പോൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടേണ്ട സമയമാണ്. ആ സമയത്ത് പുതിയ പാർട്ടിയും പുതിയ രൂപവും ഒക്കെയായി വരുമ്പോൾ ആണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും ഈ ജനാധിപത്യത്തിൽ ഇതൊരു നല്ല പ്രവണതയല്ല എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം തെരഞ്ഞെടുത്ത ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ പ്രവണതയാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പൊ ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പൊ ഏറ്റവും അവസാനമായി പശ്ചിമ ബംഗാളിൽ ഇന്ന് മമത വിളിച്ച യോഗത്തിൽ 6 MLA-മാർ മാത്രമാണ് പങ്കെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. MP-മാരും കുറവാണ്. അപ്പോൾ അവരൊക്കെ പ്രത്യേക ഗ്രൂപ്പായി നിന്ന് ഒരു പുതിയ പാർട്ടിയായി മാറാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് മമതയെ പുറത്താക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം മമതാ ബാനർജി ആദ്യം തന്നെ പാർട്ടി പിരിച്ചുവിട്ടിരിക്കുന്നു. പാർട്ടി പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും തെരഞ്ഞെടുപ്പിന് വേണ്ടി പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ മമതയെ അവർക്ക് പുറത്താക്കാൻ സാധിക്കില്ല. പാർട്ടി ഉണ്ടെങ്കിലല്ലേ മമതയെ പുറത്താക്കാൻ സാധിക്കുള്ളൂ. പാർട്ടി ഇല്ലാത്ത നിലക്ക് അത് പുറത്താക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുമുള്ളത്. അപ്പോൾ ഏതായാലും ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്നത്. ഇത് എവിടെ എത്തും എന്തായിരിക്കും പുതിയൊരു പാർട്ടിയുടെ രൂപമായിരിക്കും ഇനി ഇതിൽ അവസാനിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പുതിയൊരു പാർട്ടിയായി രൂപപ്പെട്ട് ഇതിനൊരു മാറ്റമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായും. അപ്പോൾ ഏതായാലും ആ പുതിയ പാർട്ടി എന്ന് രൂപപ്പെടും എന്ന് മാത്രമേ ഇനി ചിന്തിക്കേണ്ടതുള്ളൂ. കാരണം ബാക്കിയൊക്കെ ആയിക്കഴിഞ്ഞു. മമതാ ബാനർജിയുടെ പാർട്ടി ആ യുഗം അവസാനിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുമുള്ളത്. ഏതായാലും ജനാധിപത്യത്തിന് ഇത് ഒരു നല്ല പ്രവണതയല്ല എന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.